സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ ഇന്ന് നടപടിയുണ്ടാകും. കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ എം.കെ. നാരായണനും ഡോക്ടർ കാന്തനാഥനും നൽകിയ വിശദീകരണം വി.സി. തള്ളി. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ജീവനൊടുക്കിയ വിവരം അറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടെന്നുമായിരുന്നു ഡീനിന്റെ മറുപടി. ദീപക് മലയമ്മയുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഈ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡനും എതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണോ മുന്നിൽ നിൽക്കുന്നത്? ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഡീനിനെതിരെയും ഒപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബമടക്കം രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വെറ്ററിനറി സർവകലാശാല വി.സി ഇത്തരത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇരുവർക്കും നൽകിയത്. ഇന്നലെ വൈകിട്ട് 4:30-ക്കകം അത്തരത്തിൽ വിശദീകരണം നൽകണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ആ നോട്ടീസിൽ എന്തുകൊണ്ട് ഇത്തരം സംഭവം ക്യാമ്പസിനകത്ത് നടന്നിട്ടും അറിഞ്ഞില്ല എന്നുള്ള ചോദ്യവും കൂടി ഉണ്ടായിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും മറുപടി നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഡീൻ എം.കെ. നാരായണൻ നൽകിയിരിക്കുന്ന മറുപടി അനുസരിച്ച് തന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം എന്നുള്ളതാണ്. അതായത് ഈ ഹോസ്റ്റലിന്റെ ഒക്കെ ചുമതലയുള്ള ഒരു വാർഡൻ എന്നുള്ള നിലയിൽ മുഴുവൻ സമയവും അത്തരത്തിൽ അവിടെ പോയി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിന്റെ ചുമതലയുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ സിദ്ധാർത്ഥ ജീവൻ ഒടുക്കി എന്ന് കേട്ട സമയം മുതൽ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലും ആശുപത്രിയിലെത്തി ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന ഘട്ടത്തിലുമൊക്കെ തന്നെ താൻ അതിനെ അനുഗമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളൊരു വിശദീകരണമാണ് ഡീൻ എം.കെ. നാരായണൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ആ വിശദീകരണം തൃപ്തികരം അല്ല എന്നുള്ളതാണ് വി.സിയുടെ നിലപാട്. ഒപ്പം തന്നെ ഈ കാന്തനാഥനും അത്തരത്തിൽ ക്യാമ്പസിനകത്ത് ഒരു റെസിഡന്റ് ട്യൂട്ടർ എന്നുള്ള നിലയിൽ ആളുണ്ടായിരുന്നില്ല. അല്ലാതെ മുഴുവൻ സമയവും അത്തരത്തിൽ കുട്ടികളെ നോക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വിശദീകരണം മാത്രമാണ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദീകരണം തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ വകുപ്പ് തല നടപടിയിലേക്ക് ഇന്ന് തന്നെ കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണി അടക്കം എതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളത് കാണിച്ചുകൊണ്ട് വി.സിക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസ് തൃപ്തികരമല്ല എന്ന വി.സി കണ്ടെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഇരുവർക്കുമെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ശരി, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡിന്റെയും വിശദീകരണം വി.സി തള്ളിയിരിക്കുകയാണ്. വിശദീകരണം തൃപ്തികരമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.